അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടു ഗോവിന്ദൻ ഗോവിന്ദൻ ചുട്ടത് പിണറായിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടു ഗോവിന്ദൻ ഗോവിന്ദൻ ചുട്ടത് പിണറായിക്കായി. പിണറായി മുന്ന് പിണറായി ഒന്നിറങ്ങിപ്പോകൂ പിണറായി എന്ന് മുങ്ങിക്കൊണ്ട് ഗോവിന്ദൻ. ആഹായ്, അപ്പങ്ങളൊക്കെ ചുട്ടിട്ടും റെഡി ആവുന്നില്ലല്ലോ അങ്ങോട്ട്. ചുടുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ലല്ലോ. അങ്ങ് ആരപ്പം ചുട്ടി പാവം മനുഷ്യനെ പൂട്ടിയിടുക, സംസാരിപ്പിക്കാതിരിക്കുക, ഭാര്യയുടെ പ്രചരണത്തിന് പോലും ഇറക്കി വിടാതിരിക്കുക. ഒരു മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ഒരു തെറ്റാണോ? തെറ്റാണോ? അയ്യോ, ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒന്ന് സ്വപ്നം കണ്ടു, അതൊരു തെറ്റാണോ? അതിന് എന്തെല്ലാം പീഡനങ്ങളാണോ ആ പാർട്ടി സെക്രട്ടറിക്ക് നേരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു എന്നല്ലേ? എന്റെ മാനവരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? UDF വീണ്ടും തിരിച്ചു വരുമെന്നും പറഞ്ഞ് കസേരയും തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കെ സുധാകരൻ പണി തുടങ്ങി, മക്കളെ പണി തുടങ്ങി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, കിഴങ്ങ് പറിക്കാനാണോ എന്ന്? അപ്പൊ രമേശ് ചെന്നിത്തല, ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, മഞ്ഞൾ പറിക്കാനാണോ എന്ന്? ഇവർക്ക് എങ്ങനെ അധികാരം കിട്ടിയാലേ എനിക്ക് തോന്നുന്നു ആദ്യ മാസം ഒന്നും മുഖ്യമന്ത്രി ആകൂലെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ തന്നെ ഒരു 4 മാസം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. തൂക്കുസഭയായിരിക്കും മിക്കവാറും വരാൻ. തൂക്കുസഭയായിരിക്കും വരാൻ പോകുന്നത്. എന്തുവാണ് ഈ പറയുന്നത്? BJPക്ക് തൂക്കുസഭ. BJP വരും, നിങ്ങൾ സീറ്റ് കൊടുക്കുമെന്ന്. അത് പോട്ടെ, അവർക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി ആകണമെന്ന് താല്പര്യമുള്ള വിങ്ങൽ കൊണ്ടിരിക്കുന്ന ആൾക്കാർ, വിമ്മിപ്പൊട്ടി നിൽക്കുന്ന ആൾക്കാർ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കുന്നു. അതെങ്ങനെയാ മറ്റേ സ്വാതന്ത്ര്യമാവുക? എന്നിട്ട് ഇവർ പറയുന്നതോ അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രകടന സ്വാതന്ത്ര്യം, പിന്നെ എന്തോന്നായിരുന്നു? പിന്നെ മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാക്രിസം. ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്രയും വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറയും. നിങ്ങൾക്ക് എങ്ങനെ തരും? നിങ്ങൾ എന്താ CPM പിണറായി എന്നാണോ നിങ്ങളുടെ? ആണല്ലോ തന്നെ. അന്തംകമ്മി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, കാലങ്ങളായി തലമുറ കൈമാറി. എന്നിട്ട് എന്താ പിൻഗാമി പ്രഖ്യാപിക്കാൻ? പിണറായിക്ക് എത്ര വയസ്സുണ്ട്? എഴുന്നേറ്റ് നടക്കാൻ വയ്യ, 4 ആള് പിടിക്കണം, പൊതുവേദികളിൽ പോകുമ്പോൾ എസ്കലേറ്റർ വെക്കണം, ഒരു ബസ്സിലോട്ട് കയറണമെങ്കിൽ. ഇത്രയും വയ്യാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിനാണോ ഇനിയും പണിയെടുപ്പിക്കുന്നത്? വീട്ടിലിരിക്കാൻ പറഞ്ഞുകൂടെ? എന്റെ മാനവരെ, പോട്ടെ ആ മരുമോന് മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞുകൊണ്ട് ഉയർത്തി കാണിച്ചുകൂടെ? ഒരു പിൻഗാമി വേണ്ടേടോ ഈ പാർട്ടിക്ക്? പിൻഗാമിക്ക് ഞങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ തലയിട്ട് നോക്കണ്ട. VSന്റെ കാലം വരെ ആ മനുഷ്യൻ മാറി നിന്നുകൊണ്ട് പിൻഗാമിയെ പ്രഖ്യാപിച്ചതാ. അയ്യോ, പാർട്ടി സെക്രട്ടറി ആക്കിയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നത് ആരെയായിരുന്നു? പിണറായി. അവസാനം പിണറായി തന്നെ VSന്റെ നെഞ്ചത്ത് ചവിട്ടി. അത് വേറൊരു ചരിത്രം. മനസ്സിലായില്ല? എന്നിട്ട് ഇവര് കൂവുന്നതോ ഞങ്ങൾക്ക് മറ്റേ അഭിപ്രായ സ്വാതന്ത്ര്യം പൊങ്ങി കിടക്കുവാണ്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ആരും തലയിടണ്ട. ഞങ്ങൾക്ക് പിൻഗാമിയോ മുൻഗാമിയോ ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം. ആരും ഇവിടെ കിടന്ന് അസ്വസ്ഥപ്പെടേണ്ട കേട്ടോ. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ CPM എന്ന് പറയുന്നതും കമ്മ്യൂണിസം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബസ്വത്വം വല്ലതുമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾ സഖാക്കൾ തീരുമാനിച്ചോളാം. അപ്പൊ ഈ കോടിക്കണക്കിന് സഖാക്കളുടെ മറ്റേ വിങ്ങിപ്പൊട്ടലുകൾ നിങ്ങൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല, കാണുന്നില്ല? അയ്യോ, അവർക്കൊരു പിൻഗാമിയെ വേണമെന്ന ആവശ്യം അവർ നിങ്ങളുടെ പാർട്ടി. പിണറായിക്ക് 17 വയസ്സാണോ? 71 കഴിഞ്ഞില്ലേ? നിർത്തൂ. നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറ. മധുര 17 വല്ലതും ആണോ? അതോ ഞാൻ ചോദിക്കട്ടെ, അതോ നിങ്ങളുടെ പിണറായി ചിരഞ്ജീവി വല്ലതും ആണോ? നോക്കൂ, 71 വയസ്സിലും ആ മനുഷ്യൻ എത്ര പ്രചരണ പരിപാടികൾ പങ്കെടുത്ത് ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടി. അയ്യോ, അത് പിടിച്ചോണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. വാക്കുകൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതാണ് ഞങ്ങളുടെ ആകെ പ്രവർത്തിക്കുന്നത് ഇപ്പൊ നാക്ക് മാത്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറ്റത്തരം, മറ്റേ എന്തെന്നാ കുലംകുത്തി പരനാറി എന്നൊക്കെ പറയാൻ മാത്രമല്ലേ നാക്ക് പൊങ്ങുന്നുള്ളൂ. ഞങ്ങളുടെ പാർട്ടി ദാരിദ്ര്യം പിടിച്ച പാർട്ടി. അയ്യോ, ദാരിദ്ര്യമാണ്. നിങ്ങൾക്ക് വേറൊരാളെ തിരഞ്ഞെടുക്കാനില്ല. ദാരിദ്ര്യം. പിൻഗാമിയെ പ്രഖ്യാപിക്കേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ ഇനി 5 വർഷം കിട്ടുവാണ് ഞാൻ കിടന്നാണേലും ഭരിക്കുമെന്ന്. ഞങ്ങളുടെ ഐക്യപ്പെട്ടിട്ട് കസേരയ്ക്ക് അടി കൊണ്ടതുപോലെ ഞങ്ങളുടെ അടി കൊടുക്കും. കസേരയ്ക്ക് വേണ്ടി ഏട്ടോ, നിങ്ങൾ കസേരയ്ക്ക് അടി കൂടണ്ട. അടി കൂടണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് കസേരയ്ക്ക് അടി കൂടുന്ന ചരിത്രം
ചരിത്രമൊന്നും ഇന്നേ വരെ ഇല്ല. പിണറായി വന്ന കാലത്ത് മാത്രമേ ഈ അടി ഉണ്ടായിട്ടുള്ളൂ. 16 വർഷം പാർട്ടി സെക്രട്ടറി, അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് മുഖ്യമന്ത്രി, ഇനി 5 വർഷം കൂടെ കിട്ടണം വീണ്ടും മുഖ്യമന്ത്രി. വേറെ ആരെ ഞാൻ ഇരുത്തൂല. അതൊരുമാതിരി ഏകാധിപത്യം ഇല്ലേടോ? ഏകാധിപത്യം അതിന് ഏകാധിപത്യം എന്നാണ് നമ്മൾ പറയുന്നത്. പാർട്ടി ആധിപത്യം. മനസ്സിലായില്ലേ? ഞങ്ങൾ എല്ലാവരും പിന്തുണയുണ്ട്. ആശാന് തോന്നുന്നുണ്ടോ ഇതിൽ ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പിണറായി തുടരരുതെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് നടക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? എത്ര നേതാക്കൾക്ക് എതിർപ്പുണ്ട്? ഞങ്ങൾക്ക് എത്ര നേതാക്കൾക്ക് എതിർപ്പുണ്ട്? പോട്ടടോ നിങ്ങൾ ഞാൻ പറയട്ടെ, പിടിച്ച ജി സുധാകരൻ പോലുള്ളവർക്ക് എതിർപ്പുണ്ട്. എടാ, ഇത്തവണ നിങ്ങളുടെ പിണറായി തോറ്റ് തൊപ്പിയിട്ട് കഴിഞ്ഞാൽ എത്ര വിമത സ്വരം ഉയരുവടോ നിങ്ങളുടെ പാർട്ടിക്കകത്ത്? നിർത്ത്. കൂട്ടെ അടി നടക്കും പാർട്ടിക്കകത്ത്. വല്ല ധാരണയുണ്ടോ അതിനെ കുറിച്ച്? ഇനിയും കൊഴിഞ്ഞു പോക്കുണ്ടാകും. അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? വേണ്ടി വന്നാൽ ഒന്നുകൂടെ ഒന്ന് പിളരും. അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? UDF അധികാരത്തിൽ വന്നാലുണ്ടല്ലോ, UDF രണ്ടായിട്ട് പിളരും. KC പക്ഷം, VD പക്ഷം. അല്ലേ തന്നെ ഇനി അവിടെ എത്ര പിളരാനാണ്? ഇനി ഇസഡും കൂടെ മാത്രമേ ഉള്ളൂ പാർട്ടിയാക്കാനായിട്ട്. ബാക്കി എല്ലാം ഉണ്ട്. മറ്റേ ഇംഗ്ലീഷിന്റെ അക്ഷരമാല മുഴുവൻ ആ പാർട്ടിക്കുണ്ട്. K സുധാകരൻ VD സതീശന് വനവാസത്തിനുള്ള മറ്റേ ലൈസൻസ് എടുത്തിട്ടോണ്ടിരിക്കുകയാണ്. നിർത്ത്. അവർ ആ ഒരു അന്തസ്സെങ്കിലും കാണിച്ചല്ലോ. എന്നെ കൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് VD സതീശൻ പറഞ്ഞു. അല്ലാതെ ആദ്യം VD സതീശനാണ് പറഞ്ഞത് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. അപ്പൊ കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാന്ന്. ആ ഒരു മര്യാദയെങ്കിലും കാണിച്ചല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മറ്റേ മീശ പഠിക്കാവെന്നോ തലമുടി പകുതി എടുക്കാവെന്നോ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തിയായിരുന്നു? അല്ല, എന്താ നടത്താത്തത്? കാരണം ഞങ്ങൾ തന്നെ ഈ 3.0 ആര് തീരുമാനിക്കണം? അതിന് ജനങ്ങൾ തീരുമാനിക്കണമല്ലോ. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവരത് MP ഗോവിന്ദൻ എത്ര കാലമായിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നോക്കുന്നുണ്ട്. മനുഷ്യന്റെ ഭാര്യയുടെ പ്രചരണത്തിന് പോലും നിങ്ങൾ കൊണ്ടുപോകാതെ പൂട്ടിയിട്ടില്ലേടോ? പൂട്ടിയിട്ട് ആ മനുഷ്യന് താല്പര്യം. എന്നിട്ട് മറ്റേ M സ്വരാജിനെ കൊണ്ട് പകരം നിർത്തി വാർത്താ സമ്മേളനങ്ങൾ നടത്തി. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു. വാർത്താ സമ്മേളനം നടത്തി വീണ്ടും കൂട്ടി കയറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഉത്തര കൊറിയ എന്നല്ല കേട്ടോ. ഉത്തര കൊറിയയാണ് പാർട്ടി സെക്രട്ടറിയെ പോലും മിണ്ടാൻ അനുവദിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യം ഞാൻ പറയട്ടെ, എപ്പോ പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാ. പക്ഷെ മഷിയിട്ട് നോക്കിയിട്ട് ഗോവിന്ദനെ നമ്മൾ കണ്ടില്ല. പക്ഷെ നിറഞ്ഞു നിന്നത് ആരാ? പിണറായി. പിണറായിസം. എന്നിട്ട് ഇവര് പറയുന്നു സ്വാതന്ത്ര്യത്തെ കുറിച്ച്. എനിക്ക് ഇതാ റഹീമിനെ കണ്ടില്ലേ, പ്രകാശ് കാരാട്ടിനെ കണ്ടില്ലേ, കാരാട്ടിനെ കണ്ടില്ലേ, അവരൊക്കെ കണ്ടില്ലേ, ബിനോയ് വിശ്വത്തെ കണ്ടില്ലേ, AK ബാലനെ കണ്ടില്ലേ? ഇവരൊക്കെയാണോ പാർട്ടി സെക്രട്ടറി? അല്ല, ഇവരൊക്കെ CPM എന്ന് പറയുമ്പോൾ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ട കാലം മുതൽ എനിക്ക് ഒരു അറിവായ കാലം തൊട്ട് ഞാൻ കാണുന്ന ഒരു പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ് എല്ലാം. മനസ്സിലായില്ലേ? പാർട്ടി സെക്രട്ടറി പറയും, അതിനപ്പുറത്തേക്ക് ആരും പോകില്ല. ഈ പറയുന്ന മറ്റേ ഏറ്റവും കൂടുതൽ ജനകീയത ഉണ്ടായിരുന്ന സമയത്ത്, അതായത് VS ജനകീയനായിരുന്നപ്പോൾ പോലും പാർട്ടിക്ക് അതീതനായിട്ട് അദ്ദേഹം വളർന്നിട്ടില്ല. പാർട്ടി പറയുന്നത് അനുസരിച്ച് നിന്ന ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും, ഉറച്ച നിലപാടുകൾ പോലും പാർട്ടിക്ക് വേണ്ടി അടിയറവ് വെച്ചൊരു മനുഷ്യനാണ്. അതായത് പാർട്ടിയാണ് വലുത്. അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനം നമ്മൾ കണ്ടു വളർന്നതാ. നമ്മളാണ് ഇപ്പൊ പാർട്ടി സെക്രട്ടറിയെ പഴം തൊലിക്കുന്നിടത്ത് പോലും കാണാനില്ല. അങ്ങനെ തന്നെയാണ്. MP ഗോവിന്ദൻ മികച്ച പാർട്ടി മറ്റേ സെക്രട്ടറിയോ? ആ മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൂടി കളിയാക്കും. എടോ, വിവരക്കേട് പറയാതിരുന്നാ പോരെ? ഞാൻ ചോദിക്കട്ടെ, ഇതിനെ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി ആക്കാൻ? നിങ്ങൾ പറഞ്ഞതാ ഞങ്ങളാക്കാം. എന്താ P ജയരാജനെ ആക്കാഞ്ഞത്? പറ. അത് പിന്നെ അതിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിങ്ങൾക്ക് CPM വേറെ ഇല്ല പാർട്ടി സെക്രട്ടറി ആക്കാൻ. പിണറായി അല്ല, പോട്ടെ, നിങ്ങൾ നവോത്ഥാനം തള്ളിമറിക്കുന്ന ആൾക്കാരല്ലേ, സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്നവരല്ലേ. എന്തുകൊണ്ട് KK ശൈലജയെ പാർട്ടി സെക്രട്ടറി ആക്കി ഒരു പുതുമ കൊണ്ടുവന്നില്ല? ഒരു പൊളിച്ചെടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല? എന്താ വർക്കൗട്ട് ആവാത്തത്? പിന്നെ ഞങ്ങൾക്ക് ചില ആഭ്യന്തര പുരുഷാധിപത്യം സ്ത്രീകൾക്ക് വേണ്ടി തള്ളിമറിക്കും, പക്ഷേ പുരുഷാധിപത്യം ഞങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ വരാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ പൊട്ട ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എന്റെ ഉള്ള ബുദ്ധിയും കൂടെ പോകും.
ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ തീരുമാനിക്കാനുള്ള എന്താ എന്താ ഇതൊക്കെ നടപ്പിലാക്കാത്ത എന്താ? നിങ്ങൾ പറയുന്ന പോലെ നടപ്പിലാക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ വനിതാ മുഖ്യമന്ത്രിയെ ഗൗരിയമ്മയുടെ കാലം തൊട്ട് കേൾക്കുന്നതാ വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ഉടനെ മറ്റേ ഡൽഹിയിലിരുന്ന പെണ്ണുമ്പിളൊക്കെ കരഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നു. പെണ്ണുങ്ങൾക്ക് സ്ഥാനമില്ലേ, പെണ്ണുങ്ങൾക്ക് സ്ഥാനമില്ലേ. നിങ്ങളുടെ കൂട്ടത്തിലോ? ഞങ്ങൾ എത്ര വനിതാ നേതാക്കളെ നിങ്ങൾ നിർത്തി? ഞങ്ങൾ കെ ശൈലജ, ശ്രീമതി തലപ്പറമ്പിൽ 8-9 പേര്, ശ്യാമള, ബാക്കി എല്ലാരും ഇവിടെ പോയി. ബാക്കി ഇത്രയും കൊടുത്തില്ലേ? കോൺഗ്രസ് ഇത്രയും കൊടുത്തില്ലല്ലോ. കോൺഗ്രസ് ഇത്രയും കൊടുത്തില്ലേ? 9 സീറ്റ് അവര് കൊടുത്തല്ലോ. വലിയ നേതാക്കൾ കരഞ്ഞുകൊണ്ടിരുന്നതിനെ ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള. അയ്യോ അതല്ല, അവരെക്കാൾ കൂടുതൽ സ്ത്രീപക്ഷം പറയുന്നത് നിങ്ങളല്ലേ. എന്നിട്ട് എന്തേ കൊടുക്കാഞ്ഞത്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കെ ശൈലജയെ കാണിച്ചില്ല? പിണറായി മാറി നിന്നിട്ട് പിണറായി നയിച്ചോട്ടെ. പിണറായിയെ കാണിച്ചായിരുന്നെങ്കിൽ കാണിച്ചാലേ നമുക്കൊരു വികാരമാണ് പുള്ളി കേട്ടോ. ഇത് നിങ്ങളുടെ അന്തം കമ്മികളുടെ അല്ലാതെ മൊത്തം കമ്മ്യൂണിസ്റ്റുകളുടെ അല്ല. അത് നിങ്ങൾ അങ്ങനെ അങ്ങ് പറയരുത് കേട്ടോ. ഈ മൊത്തം കമ്മ്യൂണിസ്റ്റുകളുടെ അട്ടിപ്പേർ അവകാശം നിങ്ങളുടെ പിണറായി അങ്ങ് ഏറ്റെടുക്കരുത് കേട്ടോ. നിങ്ങൾ ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് നമ്മുടെ അടുക്കെ പഠിപ്പിക്കാനൊന്നും വരരുത്. എന്നാ ഒന്ന് പറഞ്ഞേടോ. കുറച്ച് ചരിത്രം ചോദിക്കാൻ പറയാമോ? CPI ഏതാ CPM ഏതാന്ന് അറിയാത്തവന്മാരാ വന്നിരുന്ന് കൊണ ഡയലോഗ് എണിച്ചു പോടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പിണറായി ഊതേണ്ടി വരും മെയ് 4-ന്. അതെ, പിണറായിക്ക് ശേഷം പ്രളയം എന്നാണ് ഇവര് പറയുന്നത്. ഒലിക്കടും ഒലക്കര മൂട്